ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇത് വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ. ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഞാൻ മൺഡേ ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഓഡിയോ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഒന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. രാവിലെ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജിലേബിയാണ് കേട്ടോ. നോമ്പ് എടുക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തിനോ കിച്ചണിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ബോക്സിൽ ഈ ഒരു ജിലേബി മാത്രമായിട്ട് ഒരു പാക്കറ്റ് ഇരിക്കുന്നു. ഇതങ്ങ് തീർന്നാൽ ആ ബോക്സ് കഴുകി അങ്ങ് മാറ്റാം. പിന്നെ എൻ്റെ ഈ സദുദ്ദേശം കർത്താവിന് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ജിലേബിയും എടുത്ത് മുറ്റത്ത് വന്നിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഞ്ഞിയും പയറുമാണ്. അതുകൊണ്ട് ഇവിടെ വലിയ പരിപാടികളൊന്നുമില്ല. കുക്കിംഗ് ജോലികളൊക്കെ ഇന്ന് വളരെ കുറവാണ്. നോൺ വെജ് ഒന്നും ഇന്ന് അങ്ങനെ വെക്കാറില്ല. കുക്കു സാറിന് ഫ്രൈഡേ ആയിട്ട് അവിടെ മയ്യനാട് കടപ്പുറത്തായിരുന്നു ഇന്ന് ഫുട്ബോൾ കോച്ചിങ്. ആലൻ അവനെ പിക്ക് ചെയ്യാൻ ഇറങ്ങാൻ പോണ നേരത്ത് അവിടെ എന്തോ ബുക്കിങ്ങിനുണ്ടായിരുന്ന ആൾക്കാർ വന്നെന്നോ കായലിൽ പോയവർ വന്നില്ലെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. എന്നെ വിളിച്ചിട്ട് അവിടെ പോയി അവനെ പിക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നൈസായിട്ട് രാക്കിനെ വിളിച്ച് ആ പണി അങ്ങ് ഏൽപ്പിച്ചു. ഞാൻ എണീറ്റിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ആണെങ്കിൽ അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവർക്കൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് ഇത്തിരി സമയം മതിയല്ലോ, വണ്ടി എടുത്തങ്ങ് പോയാൽ മതി. ഞാൻ പെട്ടെന്ന് പോകാൻ പറഞ്ഞിട്ട് എനിക്ക് കോള് വന്നിട്ട് ഞാൻ മേലെ നിന്ന് എണീറ്റ് താഴെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്മയില്ല. നിലു നല്ല ഉറക്കം. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഇല്ല. അങ്ങനെ പിന്നെ അവനെ വിളിച്ചങ്ങ് വിട്ടു. ആലൻ്റെ കസിനാണ് കേട്ടോ, നമ്മുടെ നോയുടെ പപ്പ. അങ്ങനെ അവിടെ നിന്ന് പോയി കുക്കുവിനെ കൊണ്ടുവന്നു. അവൻ വന്ന പാടെ കൊണ്ടുപോയി എഗ്ഗും ബനാനയൊക്കെ അങ്ങ് കഴിച്ചു. അപ്പോൾ അവന് ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഇതൊരാൾ ഹെഡ് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടില്ലെങ്കിൽ ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം. ഇതിന് കുറച്ച് നേരം ഈ അഭിനയം ഉണ്ടാവും. നിലു എണീറ്റ് വന്നിട്ട് രാവിലത്തെ പാലൊക്കെ കുടിച്ചത് ഇവിടെ മുറ്റത്ത് തന്നെ ഇരുന്നിട്ടാണ്. ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തെങ്ങൊക്കെ കണ്ടാൽ മനസ്സിലാവും. നല്ല രസമായിരുന്നു. അധികം വെയിലും വന്നിട്ടില്ല. വെയിലായി തുടങ്ങിയപ്പോൾ ഞങ്ങളങ്ങ് അകത്ത് കയറി. ഇതിപ്പോൾ നിലു സേറേനെ കാത്തു നിൽക്കുന്നതാണ് കേട്ടോ. സേറ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നോക്കാം. ആണോ? ഞാൻ രാവിലെ അവിടെ പാത്രങ്ങളൊക്കെ പിറക്കി വെച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് സേറയെ എണീറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നെന്ന് തോന്നുന്നു. നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്ന് നോക്കിയാൽ സേറേൻ്റെയൊക്കെ വീട്ടിൻ്റെ കിച്ചനാണ്. അവിടെ തന്നെയാണ് ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സേറ മോളെ കണ്ടപ്പോൾ തുടങ്ങിയതാണ് സേറ വാന്നും പറഞ്ഞ് വിളിക്കാനായിട്ട്. സേറ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവളും ഫ്രഷൊക്കെ ആവണം. എല്ലാവരും ഇങ്ങനെ എണീറ്റൊക്കെ വരുന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ച എല്ലാ വീട്ടിലും കഞ്ഞിയാണ്, കഞ്ഞിയും പയറുമാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ഈ ഒരു ദിവസം. അങ്ങനെ നോമ്പെടുക്കുക എന്നുള്ള തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് വിശന്നൊക്കെ തുടങ്ങിയായിരുന്നു. എന്നാലും ഞാനൊരു കാപ്പിയും കുടിച്ചു. ആ ഒരു ജിലേബിയിൽ നിന്ന് 2-3 പീസും ഒക്കെ കഴിച്ച് അങ്ങനെ ആത്മനിയന്ത്രണം ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പണി പൊളിഞ്ഞു പോയി. അതിപ്പോൾ നിങ്ങൾക്ക് വഴിയേ കാണാം. ഇത് ഞാൻ രാത്രിത്തേക്ക് കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ടതാണ് കേട്ടോ. ഇന്നങ്ങനെ നമ്മൾ എഗ്ഗും എടുക്കാറില്ല. കഴിഞ്ഞ വർഷം പക്ഷേ എടുത്തിരുന്നു. ഈ വർഷം എന്തായാലും വെള്ളിയാഴ്ചയായിട്ട് നോൺ വെജ് ഒന്നും എടുക്കണ്ട, എഗ്ഗും എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. രാത്രി ചപ്പാത്തിക്കുള്ള കുറുമ ഉണ്ടാക്കാനാണ് ഞാനിപ്പോൾ ഒരിത്തിരി ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ചോറ് വെച്ചപ്പോഴേ എല്ലാവർക്കും പെട്ടെന്ന് വിശന്നത് കൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് ഊറ്റി. അപ്പോൾ നല്ല വേവ് നിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അരി അങ്ങനെ കലങ്ങിയും പോയിട്ടില്ല. ചോറ് ബാക്കി കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. ഇന്നിപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് അരി ഇടേണ്ട കാര്യമില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് അങ്ങ് തികയും. ഇത്തിരി മതിയല്ലോ ഉച്ചയ്ക്കത്തേക്ക് മാത്രം. അങ്ങനെ ഗ്രീൻ പീസ് കുതിർത്തി മാറ്റി അവിടെ വെച്ചിട്ട് ഞാൻ കഞ്ഞിക്കുള്ള പയറിടുവാണ്. പാൽക്കഞ്ഞി അല്ല ഉണ്ടാക്കുന്നത്, കഞ്ഞിയും പയർ ഉലർത്തിയതും. പയർ കുറച്ച് എരിവിൽ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പാൽക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ രാത്രിയാണ് ബെസ്റ്റ്. എനിക്ക് രാത്രിയാണ് പാൽക്കഞ്ഞി കുടിക്കാനായിട്ടൊരു വൈബ് വരിക. ഉച്ചയ്ക്കാണെങ്കിൽ കഞ്ഞിയും പയറും പപ്പടവും അച്ചാറും പിന്നെ പുഴുക്കും ഉണ്ട്. ലില്ലിയംഷി അവിടെ പുഴുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ച് പുഴുക്ക് എന്തായാലും നമുക്ക് തന്നു വിടും. അതെല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ എനിക്ക് കഞ്ഞിയും പുഴുക്കും മാത്രമായിട്ട് കുടിക്കുന്ന ഇഷ്ടമല്ല. എനിക്കിത്തിരി പയർ വേണം കഞ്ഞിക്ക്. ഞാൻ ട്രിവാൻഡ്രത്ത് ബി.എഡിന് ചേരുന്ന സമയത്ത് ഹോസ്റ്റലിലുള്ള കുട്ടികളൊക്കെ പറയുമായിരുന്നു, ചേച്ചി ഫ്രൈഡേയിലെ രാത്രിത്തെ ഫുഡ് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഫുഡാണ് കഞ്ഞിയും പയറുമാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമൊക്കെ പറയുമായിരുന്നില്ല, എനിക്ക് കഞ്ഞിയും പയറും ഇഷ്ടമില്ല. അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ കഞ്ഞിയും പയറും കഴിക്കാനായിട്ട്. ബാക്കിയുള്ള ചോറും കറികളും ഒക്കെയാണ് ഇഷ്ടം. കഞ്ഞിയും പയറും അങ്ങനെ ഇഷ്ടമല്ലത്. പക്ഷെ അവരങ്ങനെ പറഞ്ഞത് എന്താണ് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായി. ബാക്കിയൊന്നും മോശം എന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല. ബാക്കി ഫുഡൊക്കെ വളരെ മോശമായിരുന്നു. ഈ കഞ്ഞിയും പയറുമാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ വേറെ പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് പയറും കഞ്ഞിയും അച്ചാറുമായിട്ട് കഴിക്കുമ്പോൾ സത്യം പിന്നീട് എനിക്കും അങ്ങോട്ട് വെള്ളിയാഴ്ച രാത്രി മാത്രമാണ് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഫുഡ് എടുക്കുന്നത്. ബാക്കി ദിവസങ്ങളിൽ ന്യൂഡിൽസ് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെക്കും ഒരു പാത്രത്തിൽ. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് പൊറോട്ടയും ചാറും മേടിച്ച് കഴിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകുമ്പോൾ നമ്മളവിടെ കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഇതെങ്ങെടുത്ത് ഒരു സൈഡിൽ ഇങ്ങനെ മാറ്റി അങ്ങ് വയ്ക്കും ഞങ്ങളുടെ ലഞ്ച് ബോക്സസ്. അതൊന്നും അധികം എടുക്കത്തില്ല. ചോറ് കുറവുണ്ടെങ്കിൽ മാത്രം അതൊന്ന് ചോറ് എടുക്കും, കറികൾ തൊടാറേയില്ല.
പിന്നെ എനിക്ക് വേറൊരു ഗുണമുണ്ടായിരുന്നു. ലിലിയംച്ചി ഞാനിവിടെ എല്ലാ ഫ്രൈഡേയും ഞാൻ വരും. ഫ്രൈഡേ വൈകുന്നേരം ബി.എഡ് കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അപ്പോഴേ വണ്ടി പിടിച്ച് നേരെ വീട്ടിൽ വരും. ഫ്രൈഡേ വീട്ടിൽ നിന്ന് വന്ന് കഴിക്കും. സാറ്റർഡേ സൺഡേ ഇവിടെ നിന്നിട്ട് മൺഡേ രാവിലെ പോയി നേരെ കോളേജിലോട്ടാണ് ചെന്ന് കയറുന്നത്. ഹോസ്റ്റലിലോട്ട് ചെല്ലാറില്ല. അപ്പോൾ അമ്മച്ചി എല്ലാ വീക്കെൻഡ്സിലും എന്തെങ്കിലും ഇത്തിരി ഉണക്കക്കൊഞ്ചോ ഉണക്ക നെത്തോലിയോ എന്തെങ്കിലും ഇങ്ങനെ ഉള്ളിമുളകൊക്കെ ഇട്ട് തരും. അപ്പോൾ അത് കൊണ്ടുപോയാൽ നമുക്ക് കഞ്ഞിക്ക് കുടിക്കാൻ എളുപ്പമാണല്ലോ. ഈ കഞ്ഞി ഇഷ്ടമല്ലാതിരുന്ന ഞാൻ അവിടെ പോയിട്ട് കിട്ടുന്ന ചോറ് കറി മേടിക്കാതെ ചൂടുവെള്ളവും ഉപ്പും ഇട്ട് കഞ്ഞിയാക്കി ഈ പറഞ്ഞ നെത്തോലിയും ഉണക്കച്ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കഞ്ഞിയുടെ ഒരു ഫാനായി മാറുകയായിരുന്നു പതിയെ പതിയെ. നിലുവും കുക്കുവും നോയയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ സൗണ്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ കേട്ടെന്നിരിക്കും. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ഞാൻ മിക്കപ്പോഴും വിചാരിക്കുന്ന രാത്രി ഓടിയിടാന്ന്. പക്ഷേ രാത്രി ക്ഷീണം കൊണ്ട് ഞാൻ പോയങ്ങ് കിടക്കും. വിഷു, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്ററിൻ്റെ പാതിര പൂജ ഇതെല്ലാം ഈ ഒരു സ്ട്രെച്ചിലങ്ങ് നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇതിൻ്റെ ഇടയിലൊന്നും എനിക്കത് പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഞാനിപ്പോൾ ഓഡിയോ ആഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ നോമ്പ് പൊളിഞ്ഞ കാര്യത്തിലേക്കാണ് നമ്മൾ ഈ കടന്നുകൊണ്ടിരിക്കുന്നത്. ആലൻ അവിടുന്ന് യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മൾ നോമ്പ് പിടിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയതുമില്ല. നിലുവിനും ഒരു എഗ്ഗും ബനാനയും കൊടുത്ത് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പാലും കൊടുത്തു. കുക്കുവിനും അത് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇതേ ആലൻ വന്നിരിക്കുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന കഞ്ഞിയിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഇത്തിരി ചൂടുവെള്ളം അതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ്. ഈ ബ്ലഡ് ഈച്ചേനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എല്ലാ ഫ്രെയിമിലും വരും. എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു ഈച്ച ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് പോട്ടെ. അങ്ങനെ ഞാൻ കഞ്ഞിക്ക് കൊടുക്കാനായിട്ട് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി. ഇത്തിരി സവാള നുറുക്കിയതും പുളിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സിയിൽ അരച്ച് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് കുഴച്ചു. അതിൻ്റെ ഉപ്പ് നോക്കാനായിട്ട് അത് നാക്കിലോട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ കൺട്രോൾ എല്ലാം പോയി. എനിക്കിത്തിരി കഞ്ഞി കുടിക്കണമെന്ന് തോന്നി. അതാണ് അലൻ ചോദിക്കുന്നത്, നീ നോമ്പാണെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് പുള്ളിമുളക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അത് ഞാനെടുത്ത് ഉള്ളിച്ചമ്മന്തിയില്ല അതുണ്ടാക്കിയപ്പോഴത്തേക്ക് എൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ നോമ്പ് ഓൾറെഡി മുറിഞ്ഞില്ലേ, അപ്പോൾ പിന്നെ ഇനി കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ വന്നിരുന്നതേ പഴങ്കഞ്ഞിയും മാങ്ങ അച്ചാറും ഉള്ളിച്ചമ്മന്തിയും. ഞങ്ങളുടെ ഇവിടെ പുളിമുളക് എന്നാണ് പറയുന്നത്. ഉള്ളിച്ചമ്മന്തി എന്നാണ് പൊതുവേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം ആയിട്ട് ആഘോഷപരമായ പഴങ്കഞ്ഞി കൂടി. ഇതിനിടയിൽ എന്നിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു രാവിലെ പഴങ്കഞ്ഞിയാണ്, ഉച്ചയ്ക്ക് ചൂട് കഞ്ഞിയാണ്. ഇനിയിപ്പോൾ എല്ലാ ദിവസം മൊത്തം കഞ്ഞി കുടിച്ചെന്ന് പിന്നെ പറയരുത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇല്ലാണ്ടിരുന്നത്. അവിടുന്ന് കഴിക്കുമെന്ന് തന്നെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഈ സാധനം അവിടെ നിന്ന് കഴിച്ചെങ്കിൽ എൻ്റെ നോമ്പ് മുറിയത്തില്ലായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞു, പാത്രമൊക്കെ കഴുകി ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി. ഇനി നമ്മുടെ ആ പയറ് വേവണം. അപ്പോൾ ഉള്ളിമുളക് ഉണ്ടാക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് എണ്ണയിലിട്ടങ്ങ് താളിച്ചിട്ട് പയർ അതിലോട്ട് തട്ടിയിടാമെന്ന് കരുതി. പക്ഷേ അത് പോരാ, അത് ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സവാളയും കൂടെ എടുത്ത് കുറച്ചുകൂടെ അതിന് ചതച്ചെടുക്കുക. സവാളയും മുളക് പൊടിയും പുളിയും കൂടെ ചേർത്തിട്ടാണ് ഉള്ളിമുളകിന് ചതച്ചത്. ഇനി നമ്മൾ പുളി ചേർക്കുന്നില്ല, പയറിനിടുമ്പോൾ പുളിയുടെ ആവശ്യം ഇല്ലല്ലോ. സവാളയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് സാദാ മുളക് പൊടിയും കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അങ്ങനെ അങ്ങ് താളിച്ചെടുക്കാമെന്ന് കരുതി. പയർ അതിലേക്ക് തട്ടിയാൽ മതി. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ അനുസരിച്ച് നല്ല കുറച്ച് ചെറിയുള്ളിയൊക്കെ ഉരിച്ചിട്ട് കുറച്ച് കട്ടി, അതായത് എനിക്ക് പയറിങ്ങനെ സ്മാഷായി വെന്ത് പോകുന്നത് അങ്ങനെ അത്ര കഞ്ഞിയുടെ കൂടെ ഇഷ്ടമല്ല. ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കുന്നതാണ് നല്ലത്. പക്ഷെ അതും നടന്നില്ല, പയർ വെന്തുപോയി. ഈ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പയർ നല്ല രീതിയിൽ വെന്തിരിക്കുന്നു. അതിൽ ഈ ഉള്ളിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചവയ്ക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പയർ ഉലർത്തിയത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ തീർക്കണമല്ലോ, ഈ ബാലൻസ് ഉള്ള സാധനമൊക്കെ തീർക്കണമല്ലോ. അതുകൊണ്ട് എന്തായാലും പിന്നെ ഇതിങ്ങനെയെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ചയല്ലേ, കുറച്ച് ഇഷ്ടമൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. നോമ്പോ നടന്നില്ല, അല്ലെങ്കിലും ജിലേബി കഴിച്ചുകൊണ്ടുള്ള നോമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ചിരിക്കും, കേൾക്കുന്നവരും ചിരിക്കും. പയർ അങ്ങോട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ട് തന്നെ ഞാൻ സൈഡിൽ പപ്പടം വറുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ജോലി അങ്ങനെ അങ്ങ് തീരട്ടെ എന്ന് കരുതിയാണ് കേട്ടോ അതും അങ്ങ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കിനി ഈ ഒരു സവാള അങ്ങ് ചതച്ചെടുക്കാം. പുളിമുളകും ഞവടുമ്പോഴത്തേക്ക് നമുക്കത് വെളിച്ചെണ്ണയിലേ ഞവടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ബാക്കിയിരിക്കുന്നത് സൺഫ്ലവർ ഓയിലും. പക്ഷേ നെവർ മൈൻഡ്, ഇതൊന്നും പയറുലർത്തിയതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കത്തില്ല. നമുക്കിതിലങ്ങ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇനി വേറൊരു പാത്രവും എനിക്ക് എടുക്കണ്ട, ഈ എണ്ണ എനിക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ എണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു. ഇങ്ങനെ ചേർക്കുമ്പോഴുണ്ടല്ലോ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും രണ്ടും കൂടെ വരുമ്പോൾ ഇത്തിരി ഒന്ന് പതയ്ക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പയർ ആഡ് ചെയ്ത് മൊത്തത്തിൽ കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പതയൊന്നും അറിയത്തില്ല. കടുക് നല്ലപോലെ പൊട്ടി കറിവേപ്പില ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി, തൊലി കളയാനൊന്നും അധികം മെനക്കെട്ടില്ല, ഒരു ലെയർ തൊലി ഞാൻ കളഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല. അതൊരു ടേസ്റ്റാണ് അങ്ങനെ ചവയ്ക്കുന്നത്, അങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് ഇത് രണ്ടും കൂടെ എണ്ണയിലൊന്ന് നല്ല രീതിയിൽ മുരിച്ചെടുത്തു. ഈ ഒരു സമയത്ത് മിക്സ്ചറിൻ്റെ മണം വരും, എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിലേക്ക് ഇതിപ്പോൾ ഞങ്ങൾ പഴങ്കഞ്ഞി കുടിച്ചതിൻ്റെ ബാക്കി ഉള്ളിച്ചമ്മന്തിയാണ് ഓർ പുളിമുളകാണ്.
ഇതും തട്ടിയിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത വരുമെന്ന്, 2 എണ്ണയും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പതയ്ക്കുന്നത്. സൺഫ്ലവറും വെളിച്ചെണ്ണയില്ലേ. പിന്നെ മിക്സിയിൽ ഇത് ഇപ്പോൾ വീണ്ടും ഒരു വലിയ സവാള ഞാൻ ചതച്ചെടുത്തു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ടൊരു ലേശം ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പയറിലും ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ടും ഉള്ളിച്ചമ്മന്തി ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പുള്ളത് കൊണ്ടും ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നും കരുതിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യാത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഇത് തട്ടിയപ്പോഴേ ഞാനത് ആദ്യം ആ കുക്കർ നോക്കാൻ വിട്ടുപോയി. താഴെ കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഇത് തരിതരിയായിട്ടിരുന്നില്ല. പകരം ഒരു പയറ് കറി പരുവത്തിലാണ് ഇരുന്നത്. കുറച്ച് വെള്ളം പറ്റാനായിട്ട് ഞാനൊരു ലോ ഫ്ലെയിമിൽ അത് അങ്ങനെ വെച്ചു. എന്നിട്ട് അതൊന്ന് വെള്ളം പറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇപ്പം നമുക്ക് ആകെ ഇവിടെ കഴുകാനുള്ളത് ഈ ഒരു കുക്കറാണ്. പിന്നെ പയർ ഞാനിപ്പോൾ ആ പാത്രത്തിൽ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് മാറ്റിയാൽ 2-3 പാത്രങ്ങളൊക്കെ കഴുകേണ്ടി വരും. നിലുവിൻ്റെയും കുക്കുവിൻ്റെയും സൗണ്ടല്ല, കാക്കേൻ്റെ സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ കാക്കയും കൂടുതലാണ്. മൈക്കിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴും എനിക്കങ്ങോട്ട് വേണോ വേണ്ടേ എന്നുള്ളൊരു തോന്നലാണ്. മൈക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് സൗണ്ട് സത്യത്തിൽ എൻ്റെ ഇത് കൊള്ളത്തില്ലായിരുന്നു. മൈക്കിൽ കൂടെ കേട്ട സൗണ്ട് വളരെ 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 വ്യത്യാസമുണ്ടായിരുന്നു ഈ കേൾക്കുന്നതുമായിട്ട്. അപ്പോൾ നോക്കട്ടെ കേട്ടോ, നമുക്കത് ആലോചിക്കാം, വഴിയേ ആലോചിക്കാം. എന്നിട്ട് ഞാൻ 1 മണിക്കൂറിലൊരു 2 തവണയെങ്കിലും ചെയ്യുന്ന എൻ്റെ പരിപാടിയാണിത്, ഈ ക്ലോത്ത് അറേഞ്ച് ചെയ്തിടുക എന്നുള്ളത്. ഇത്ര നേരം 2 പേരും കൂടെ ഫാനൊക്കെ ഇട്ട് കാർട്ടൂൺ ഫുട്ബോളിൻ്റെ മാച്ചും അതിൻ്റെ എന്തോ ഗെയിമും ഒക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് എൻ്റെ പരിപാടിയൊക്കെ തീർന്നല്ലോ, ലഞ്ചൊക്കെ ആയി, പപ്പടമായി, കഞ്ഞിയായി, പയറായി. അപ്പോൾ ഞാനുണ്ടല്ലോ വിചാരിച്ചു ഒരു സിനിമ ഇരുന്ന് കാണാമെന്ന്. പുറത്ത് നോക്കിയപ്പോഴത്തേക്ക് കളിച്ച് 3 എണ്ണം ഇപ്പോൾ ഒരുത്തൻ താഴെ വീഴും കേട്ടോ. ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. നിലു ദേണ്ട പോന്നു, കുക്കു ആ ടംബ്ലറിൻ്റെ അകത്തുണ്ട്. നിലുവിന് അതിൻ്റെ അകത്ത് കയറാൻ പേടിയാട്ടോ. ഇവരുണ്ടെങ്കിൽ കയറും. ഇതൊന്നും അല്ല, ഇതിനേക്കാളും ഇത് ഇങ്ങനെ കളിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ 2 എണ്ണത്തിനെ ടംബ്ലറിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഏതെങ്കിലും 2 എണ്ണത്തിനെ അകത്താക്കിയിട്ട് അത് ഉരുട്ടിയൊരു കളിയുണ്ട്. അതും അവരുടെ ഒരു ഗെയിം. തപ്പി എനിക്ക് അവസാനം കിട്ടിയ പടം ഒരു ജാതി ഒരു ജാതകമായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ടത് കാണാൻ പറ്റിയില്ല. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിച്ചൊന്നും പറയല്ല, എന്തോ എനിക്ക് തോന്നിയില്ല കണ്ടു തീർക്കാനായിട്ട്. അങ്ങനെ അത് പകുതിക്ക് വെച്ചിട്ട് ഞാൻ വന്നിട്ട് ഫ്രിഡ്ജിലിരുന്ന് കഞ്ഞിയെടുത്ത് ചൂടാക്കി. പിന്നീട് നോക്കിയപ്പോഴത്തേക്കാണ് കേട്ടോ സത്യം ഞാൻ മനസ്സിലാക്കിയത്, കഞ്ഞി തീരെ കുറവാണ്. നമ്മൾ ഇന്നലത്തെ ചോറിൻ്റെ ബാക്കിയാണല്ലോ ഇന്ന് കഞ്ഞിയാക്കുന്നത്. അതിന്ന് രാവിലെ പഴങ്കഞ്ഞിക്കും എടുത്തു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വേണം നമ്മൾ വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കാനായിട്ട്. ഞാനതുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്പുറത്തിരുന്ന പയറിന്ന് കുറച്ചെടുത്ത് കഞ്ഞിയിലിട്ടങ്ങ് കുഴച്ചു. അപ്പോൾ അപ്പുറത്ത് ക്വാണ്ടിറ്റി കൂടിയല്ലോ. ഇനി കഞ്ഞിയും പയറും പുഴുക്കും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പ്ലേറ്റ് ചെയ്താൽ മതി. ഇതിനിടയിൽ ഞാൻ ഷോർട്സിൻ്റെ വീഡിയോയും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്ലേറ്റ് ഷോർട്സിന് വേണ്ടിയിട്ട് പ്ലേറ്റ് ചെയ്തിട്ട് 2ാമത്തെ പ്ലേറ്റാണ് കഞ്ഞിക്ക് വേണ്ടി എടുത്തത്. എനിക്കങ്ങനെ ലോങ് വീഡിയോയുടെ കൂടെ ഷോർട്സ് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് റേഷ്യോ മാറ്റുന്നത്. പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇത് 3ഉം എനിക്ക് റീലായിട്ടും കൂടെ എടുക്കണം, ഷോർട്സായിട്ടും കൂടെ എടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ അവിടെ ഞാനിപ്പം വളരെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്തിട്ടിരിക്കുകയാണ് FBയും ഇൻസ്റ്റാഗ്രാമും ഒക്കെ. മെയിൻ ഫോക്കസ് യൂട്യൂബിലേക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്നെന്തായാലും അങ്ങനെ ഈ 3 ദിവസം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഫോൺ ചരിച്ചും തിരിച്ചും എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ണം കുറയ്ക്കുക, എൻ്റെ വണ്ണം ഞാൻ കുറയ്ക്കുകയാണ് എന്ന് എന്നെ തന്നെ പറഞ്ഞ് പറ്റിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഇച്ചിരി കഞ്ഞിയും കുറച്ച് പുഴുക്കും പയറും അച്ചാറും കൂടെ എടുത്തിട്ട് ഞാനും കഴിച്ചു. നിലു വന്നൊരു പപ്പടമൊക്കെ കഴിച്ചിട്ടങ്ങ് പോയി. ഒരു രക്ഷയില്ല കേട്ടോ. കാക്ക ഒരു വഴിക്കെങ്കിൽ നിലു വേറൊരു വഴിക്ക്. ഞാൻ ഈ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓഡിയോ ആഡ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ പറയും അമ്മയുടെ അടുത്ത്, മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് പോയിരുന്ന് കളിക്കുക, അല്ലെങ്കിൽ ഈ റൂമിലിരുന്ന് കളിക്കുക, ഞാൻ പോയി കാറിൻ്റെ അകത്ത് ഇരിക്കട്ടെ. ഇതെല്ലാം ഞാൻ പറയും ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ അല്ല എൻ്റെ അടുത്ത് പറയും, അത് നമ്മളങ്ങനെ ചെയ്യരുത്, അത് അവരുടെ വീടും കൂടെയാണ്, അവർക്ക് ഇഷ്ടമുള്ളപ്പോഴത്തേക്ക് അവർ പിള്ളേരാണ്, അവർ കളിക്കണം. നമ്മളൊരു സിനിമ കാണുന്നു പറഞ്ഞാൽ അവർ കയ്യും കെട്ടി ആ TV നോക്കി ഇരിക്കണം എന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാനത് പറയുമ്പോൾ എനിക്ക് ആ മീശമാധവനിലെ ഡയലോഗ് ഓർമ്മ വരും. ഇതിനെയൊക്കെ എങ്ങനെയാണ് പ്രേമിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് ഞാൻ നിന്നെ പ്രേമിക്കുന്നതോ എന്ന് ഹരിശ്രീ അശോകൻ ചോദിക്കത്തില്ലേ, അതുപോലെ അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും. ഇവന്മാർ ഉറങ്ങാൻ നേരം ഞാൻ മിണ്ടാതിരിക്കുന്നല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് പണിയെടുക്കാനായിട്ട് ഇവന്മാർക്ക് ഇത്തിരി മിണ്ടാതിരുന്നൂടെയെന്ന്. പക്ഷേ എവിടെ നടക്കത്തില്ല. ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ പോലെ ഈ വീട്ടിൻ്റെ അവകാശികൾ, പിന്നെ കാക്കകളാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഭൂമിയുടെ അവകാശികൾ. 2ൻ്റെയും വാടക എനിക്ക് പറ്റത്തില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോവാം. കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ പോയി കിടന്നുറങ്ങി. ഞാൻ അധികം ഉറങ്ങിയില്ല, ഒന്ന് മയങ്ങി. എന്നിട്ട് ഞാനൊരു അലാമം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഒരു 4 മണിക്ക് അലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങളുടെ ഇവിടെ പള്ളിയിലെ പരിപാടികളൊക്കെ 3 മണിക്ക് തുടങ്ങും കേട്ടോ. 3 മണിക്ക് സുലോപാതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുരിശാരാധനയും പൂജയും ഒക്കെ കഴിഞ്ഞിട്ടാണ് നഗര കാണിക്കൽ പ്രദക്ഷിണം ഇറങ്ങുന്നത്. അപ്പോൾ 3 മണിക്കൊന്നും ഞാൻ പോകത്തില്ല. ഞാൻ ഒരു വർഷവും പോയിട്ടില്ല. മമ്മി ഉണ്ടായിരുന്നപ്പോൾ മമ്മി പോകുമായിരുന്നു. മമ്മി 3 മണിക്ക് പോയിട്ട് പിന്നെ പ്രദക്ഷിണം തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് തിരിച്ച് കയറുന്നത്. അങ്ങനെ പോയാൽ കുഴഞ്ഞു പോകും.
കുക്കു സാർ ഇന്ന് വരുന്നില്ല പള്ളിയിൽ, ചേച്ചി വരുന്നുണ്ട് അവനെ പിക്ക് ചെയ്യാനായിട്ട് പുലിച്ചിറയിലോട്ട് കൊണ്ടുപോകാൻ. ഈസ്റ്ററിന് എന്തായാലും ഞങ്ങൾ അവിടെ ആയിരിക്കും. അപ്പോൾ ഇന്ന് കൊണ്ടുപോയാൽ ഈസ്റ്ററിന് ഇങ്ങ് തിരിച്ചു കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ അവനങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രമാണ് ഇപ്പോൾ പള്ളിയിലേക്ക് പോകുന്നത്. നിലുവിനെ ഇന്നലെ പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ കൊണ്ടുപോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 7-8 ബലൂൺ മേടിച്ചു. അവൻ ഈ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടും, പൊട്ടിക്കും, പിന്നെയും പോയി അടുത്തത് മേടിക്കും. അങ്ങനെ പൊട്ടാത്ത ടൈപ്പ് ഒരു ഗദ പോലത്തെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബലൂൺ മേടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ മേളിലൊരു നോബുണ്ടല്ലോ, അത് തുറന്ന് അവൻ കാറ്റൂരി വിട്ടു. എന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ വേറെ ബലൂൺ വേണമെന്നും പറഞ്ഞിട്ട് പാവം എൻ്റെ കുക്കുമ്മ ഊതി ഊതി ഒരു വഴിയായി. അതുകൊണ്ട് ഇന്ന് നിലുവിനെ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ, ഇന്ന് ഒത്തിരി നടക്കണം. പ്രദക്ഷിണം കുറച്ച് നടക്കാനുണ്ട്. നിലു നടക്കത്തില്ല. അവനെ എടുത്തുകൊണ്ട് നടക്കുന്നത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അമ്മയും പറഞ്ഞു, എന്നാൽ ഞാൻ വരുന്നില്ല, ഞാനും പിള്ളേരുമായിട്ട് ലിലിയംച്ചിയും ഒക്കെ ആയിട്ട് ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് പ്രദക്ഷിണമൊക്കെ കൂടിയിട്ട് വന്നു. പെസഹ വ്യാഴാഴ്ച പെസഹ അപ്പം ഉണ്ടാക്കുന്നത് മിനിയാൻ്റെയും, ദുഃഖ വെള്ളിയാഴ്ച ഉലുവാക്കഞ്ഞി ഉണ്ടാക്കുന്നത് ലില്ലിയമ്മച്ചിയുമാണ്. ഞാനിത് രണ്ടും ചെയ്യാറില്ല. ഇത് രണ്ടും അവിടെ നിന്ന് എനിക്ക് കഴിക്കാൻ കിട്ടുമല്ലോ, ആവശ്യത്തിൽ കൂടുതൽ. പെസഹ വ്യാഴാഴ്ച ഞാനിട്ട ആ ഒരു യെല്ലോ ചുരിദാറും ഇതും എല്ലാം ഓൺലൈനാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം അഴിച്ച് പണിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നെക്കുണ്ടല്ലോ, ഞാൻ പല വെബ്സൈറ്റിൽ വിൽക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അവരിട്ട് കാണിക്കുന്ന മോഡലിൽ നെക്കൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ നെക്ക് ഇങ്ങ് കൊറനാവള്ളിക്ക് വന്നിരിക്കും. അപ്പോൾ എനിക്കത് അങ്ങനെ ഇഷ്ടമല്ല കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ നെക്ക് ഞാൻ തന്നെ ഓപ്പൺ ചെയ്ത് തയ്ച്ചിട്ടാണ് പിന്നെ ഇട്ടത് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായി. ഞാനും ഷേളി ചേച്ചിയും നിയമോളും സേറയും ഗ്ലാഡിസും എല്ലാം ആയിട്ട് ഇതേ പള്ളിയിൽ വന്നു. നമുക്ക് പള്ളിയുടെ അകത്തൊന്നും കയറാനുള്ള സ്ഥലം അല്ല, ഗ്യാപ്പ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ പരിപാടിയൊക്കെ 3 മണിക്ക് തുടങ്ങുന്നതാണെന്ന്. പക്ഷേ വെളിയിൽ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, പ്രൊജക്ടർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും, പ്രൊജക്ടർ ഒന്ന് LED സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ മാസമൊക്കെ കണ്ടത്. കുരിശു മുത്താൻ പോകുമ്പോൾ കയ്പ് നീര് തരും കേട്ടോ. അത് അങ്ങ് ഇത്തിരിയേ തരത്തുള്ളൂ, അതങ്ങ് പറ്റിപ്പോയി. പാവയ്ക്കയും വേപ്പിൻ്റെ ഇലയും കൂടെ ചതച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ സച്ചു ഇജോയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചവർപ്പായിരുന്നു കുടിക്കാനായിട്ട്. അങ്ങനെ കുടിച്ചു. ദേ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു കുരിശുരൂപമാണ് നമ്മളിപ്പോൾ മുത്തിയിട്ട് വന്നത്. അത് പള്ളിയുടെ നടുക്ക് കൊണ്ടുവയ്ക്കും. ഒരു എനിക്ക് തോന്നുന്നു ഹോളി വീക്കിൽ ഇത് ഫുള്ള് കവർ ചെയ്യും. ക്രോസിൽ കിടക്കുന്ന രൂപം മൊത്തം കവർ ചെയ്യും. അത് അഴിക്കുന്നത് പിന്നെ ഈ ദുഃഖ വെള്ളിയാഴ്ചയാണ്. പ്രദക്ഷിണം ഇറങ്ങാനായിട്ടുള്ളൊരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പെയ്തില്ല. എറണാകുളത്തൊക്കെ നല്ല മഴയായിരുന്നു എന്ന് ഞാൻ പലരുടെയും വ്ളോഗ്സിലും ഷോർട്സിലും ഒക്കെ കണ്ടു. ഞങ്ങളുടെ പ്രദക്ഷിണം എന്ത് അങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. ഭാസരൂപം എന്നാണ് ഈ ഒരു രൂപത്തിന് പറയുന്നത്. അതായത് മരിച്ചു കിടക്കുന്ന ഈശോയുടെ രൂപത്തിന് അങ്ങനെയാണ് പറയുന്നത്. ഈ പ്രദക്ഷിണത്തെ നഗരകാണിക്കൽ എന്നാണ് പറയുന്നത്. ഈ രൂപം ഇങ്ങനെ നമ്മൾ ഇവിടെ മൊത്തം ഒരു അത്യാവശ്യം ഇരുപുരം ഒന്ന് ചുറ്റിയാണ് പോകുന്നത് കേട്ടോ. തിരിച്ചിത് കുരിശുമൂടിലെത്തുമ്പോൾ നമ്മൾ അങ്ങ് കയറും. അതേ പ്രദക്ഷിണം ഇറങ്ങി ഞങ്ങൾ നടന്നു തുടങ്ങി. ഞങ്ങളുടെ KCYM പിള്ളേരാണത്, കേരള കാത്തലിക് യൂത്ത് മിഷൻ. അവരിത് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സ്ഥലത്ത് ഗ്യാപ്പൊക്കെ വന്നു പോയി കേട്ടോ. എന്നുവെച്ചാൽ ആൾ കുറവാണെങ്കിൽ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. ഞങ്ങളുടെ ഒരു വലിയ ഇടവകയാണ്, അങ്ങനെ കുറച്ച് ആൾക്കാരല്ല. അപ്പോൾ അത് കൊണ്ടുപോകാനും പാടാണ്. ഇറങ്ങി ഇത്തിരി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും വെള്ളം കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ, ജ്യൂസും പിന്നെ ഉലുവാക്കഞ്ഞിയൊക്കെ ഉണ്ട്. പക്ഷേ ഉലുവാക്കഞ്ഞി നമ്മൾ തിരിച്ചെത്തുമ്പോഴാണ്, ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരാണ് കൊടുക്കുക. അത് നമ്മൾ തിരിച്ചെത്തുമ്പോഴേ കിട്ടത്തുള്ളൂ. അവർ തിരിച്ച് പള്ളിയിലോട്ട് വരുന്ന സമയത്ത് കഞ്ഞി വിളമ്പത്തുള്ളൂ. വീടുകളിലും ഓരോ മുക്കുകളിലുമൊക്കെ ഇതുപോലെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടാകും. നമുക്ക് ഉലുവാക്കഞ്ഞിയൊക്കെ ലില്ലിയംച്ചി അവിടെ വെച്ച് കാത്തിരിക്കുമായിരിക്കും. പ്രദക്ഷിണം കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു ഗ്ലാസ് ഉലുവാക്കഞ്ഞിയും വാങ്ങിച്ച് കുടിച്ചിട്ടാണ് എല്ലാ വർഷവും വീട്ടിലോട്ട് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാർ വെച്ചേക്കുന്ന ഉലുവാക്കഞ്ഞി. ഇതിപ്പോൾ തരത്തില്ല, തിരിച്ച് വരുമ്പോഴേ കിട്ടത്തുള്ളൂ. നമുക്കിത് കിട്ടാറില്ല. കാരണം നമ്മൾ അങ്ങ് വീട്ടിൽ കുരിശുമൂട് എത്തുമ്പോൾ അങ്ങ് കയറുമല്ലോ, കറങ്ങി പള്ളിയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾ കാലുവാരത്തോടിയൊക്കെ അങ്ങ് നടന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ആ ചൂടിനൊരു അറുതി വന്നത് പ്രദക്ഷിണം ഇങ്ങനെ കടപ്പുറത്തോട്ട് കയറിയപ്പോഴാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല തണുത്ത കാറ്റും കൊണ്ടായിരുന്നു നടപ്പ്. ജനിമോളുടെ മുടി പറക്കുന്നത് കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, കാറ്റ്. പിന്നെ അതേ നമ്മുടെ കുരിശടിയെത്തി. ഇവിടുന്ന് പ്രദക്ഷിണം അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് ഞാൻ ഓടി ലില്ലിയംച്ചിയുടെ വീട്ടിൻ്റെ മേലിൽ കയറി നിൽക്കും. അവിടെ കയറി നിന്നാലേ പാസരൂപം നിങ്ങളെ നല്ലപോലെ കാണിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ വർഷവും അങ്ങനെയാണ്. ഞങ്ങൾ മേലിൽ കയറി നിന്നിട്ടാണ് പിന്നെ അത് കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. സേറമോളുടെ വീട്ടിൽ അതേ തിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത് കണ്ടോ. നമ്മുടെ വീട്ടിൽ കത്തിച്ചിട്ട് കാര്യമില്ല, വീട്ടിൻ്റെ മുമ്പിൽ കൂടെ അല്ല പോകുന്നത്, ഈ ഒരു റോഡിൽ കൂടെ കറങ്ങിയാണ് പോകുന്നത്. ആച്ചിയമ്മയെ അവിടെ ദേ തിരിയും പൂക്കളും ഒക്കെ ആയിട്ട് കാത്തിരിപ്പുണ്ട്. ദേ വരുന്നു നമ്മുടെ പാസരൂപം.
ഇതിന് കൂടെ ഓഡിയോ ആയിട്ട് നമ്മുടെ ഗാഗുൽത്ത മലയിൽ നിന്നുള്ള പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് വീഴുമല്ലോ. അതുകൊണ്ട് പാട്ട് നിങ്ങൾ മൈൻഡിൽ കേട്ടോളൂ. ഈ രൂപം ഇങ്ങനെ കൊണ്ടുപോയി ഇനി പള്ളിയിൽ വെച്ചിരിക്കും. എല്ലാവരും പോയി തൊട്ട് മുത്തിയിട്ട് പട്ടിടുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്. പള്ളിയിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് ക്ലോത്ത് പട്ടിൻ്റെ തുണി തരും. അത് കൊണ്ടുപോയി ഇടാം, നേർച്ചയിടാം. കാലിൽ തൊട്ട് നമ്മൾ മുത്തിയിട്ട് നമുക്ക് നേർച്ച തരും കയ്യിൽ. അതുമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വരിക. പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഞാനത് ഫുൾ എടുക്കാൻ നിന്നാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായിപ്പോൾ. ഈ പ്രദക്ഷിണത്തിൽ തന്നെ അത്രയ്ക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പള്ളിയിൽ ചെന്ന് മുത്തിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നേരമാവും. അതുകൊണ്ട് കുറച്ച് പേര് അങ്ങനെ അവിടെ ഇരുന്ന് ഇപ്പം തന്നെ ലൈനിൽ നിന്ന് രൂപം മുത്തത്തുള്ളൂ. നമ്മളൊക്കെ എല്ലാ വർഷവും ചെയ്യുന്നത് വീട്ടിൽ വന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ രൂപം മുത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ പള്ളിമുറ്റത്തിരിക്കും. ഇവിടുന്ന് ഈ പോകുന്ന സംഘം അവിടെ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പള്ളി പിരിച്ചു വിടുന്നവർ അവിടെ ഇരിക്കും കേട്ടോ. ഒരു കസര ഇട്ടിട്ട് കണ്ണനെ വിളിക്കാൻ വന്നതാണ്. ഞാൻ എന്തെങ്കിലും ലില്ലിയം ചീടത്തുനിന്ന് ഉലുവാക്കഞ്ഞി കുടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ജെൻചേച്ചിയും സിമ്പിളും അവിടെ നിൽക്കുന്നു. കുക്കുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇങ്ങ് തന്നേരം ഞങ്ങൾ അവിടെ പോയി എല്ലാവരുമായിട്ട് കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ പായസവുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നടക്കുവാണ്. ചൂടെടുത്തിട്ടുണ്ടല്ലോ, കറുപ്പും കൂടെ ആണല്ലോ. നീ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി ഡിന്നർ ഉണ്ടാക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം തിരിച്ച് പള്ളിയിലേക്ക് പോകാൻ. അങ്ങനെ ഞാൻ ഉലുവക്കഞ്ഞി അമ്മച്ചി എനിക്ക് മാത്രമായിട്ടാണ് എടുത്തത്. ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട, അത്രയും മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന്. ഒരുപാട് കഴിക്കാനും പറ്റത്തില്ല. അമ്മച്ചി കഞ്ഞി ഉണ്ടാക്കുന്നത് പായസം പോലെയാണ്. അപ്പോൾ അത് ഉലുവക്കഞ്ഞി എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇത് നല്ല മധുരമുള്ള ഒരു പായസമാണ് കേട്ടോ. അത് സിമ്പിളും പറയുന്നുണ്ടായിരുന്നു. നീ കഞ്ഞി എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചു തീർക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കഞ്ഞിയല്ലേ, അപ്പോൾ അവൾ എങ്ങനെയായിരിക്കും കൊണ്ടുവരിക, ബൗളിലാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സംഭവം അടിപൊളിയായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങളതേ ഉലുവക്കഞ്ഞി / പായസമൊക്കെ കുടിച്ചു. കുക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നില്ലുവിനെ കാണാതെ വേണം ഇവർക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഈസ്റ്ററിൻ്റെ പ്ലാനിങ്ങും പരിപാടികളൊക്കെയായിരുന്നു. ഈസ്റ്റർ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടാനായിട്ടാണ് പ്ലാൻ. അവിടെ പുലിച്ചെറിയിൽ ജെൻചേച്ചിടങ്ങ്. പിന്നെ ഞാൻ പതുക്കെ നിലുവിനെ അവിടെ നിന്ന് മാറ്റി എന്തോ പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അവരെ അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. കുക്കു സാറ് പോയെങ്കിലും അവിടെ ചെന്ന് കരച്ചിലായിരുന്നു. അവന് തിരിച്ച് വീട്ടിൽ വരണം, അമ്മാനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ രൂപം മുത്താൻ പോയ സമയത്ത് അലൻ പോയി അവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ടയേർഡായിരുന്നു. രാവിലെ ഫുട്ബോൾ കളിക്കാനായിട്ട് അവർ കടപ്പുറത്തല്ലേ കൊണ്ടുപോയത്. നല്ല എക്സോസ്റ്റഡ് ആയിട്ടാണ് അവൻ വന്നത്. അവർ പുൽച്ചറയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൾ വീട്ടിൽ വന്നിട്ടും അടങ്ങിയിരുന്നതേ ഇല്ല, ഫുട്ബോൾ കളിയായിരുന്നു. ഇവിടുന്ന് നേരെ അവർ പുലിച്ചിറ പള്ളിയിലോട്ടാണ് പോയത്. അങ്ങനെ ലൈൻ നിന്ന് കഞ്ഞിയൊക്കെ മേടിക്കാനായിട്ട്. ഒത്തിരി ടയേർഡൊക്കെ ആകുമ്പോൾ അവന് ഇതൊന്നും പറയാൻ അറിയത്തില്ലല്ലോ. അങ്ങനെയാണ് അലനും പറഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെ അപ്പോൾ തോന്നി അതായിരിക്കും ശരിയെന്ന്. അല്ലെങ്കിൽ അവൻ തിരിച്ചു വരത്തില്ല. എന്തായാലും ആ പോയ ആൾ ഒരു 2.5 മണിക്കൂറിനുള്ളിൽ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയി അങ്ങ് കുളിച്ചു. രാവിലെ ഞാൻ അധികം വിയർത്തിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് നിങ്ങൾ ചിലരെങ്കിലും അത് നോട്ടീസ് ചെയ്ത് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. രാത്രി ഞാൻ മിക്കപ്പോഴും എൻ്റെ നൈറ്റ് വെയേഴ്സോ സ്ലീവ്ലെസ്സോ അങ്ങനത്തെ ഷോർട്ട്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അതെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അത് കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോഴാണ് ഞാനൊരു ഡ്രസ്സ് എടുത്ത്, അതായത് ഒരു കുളി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഇങ്ങനത്തെ, അതായത് പ്രോപ്പറായിട്ടൊരു ഡ്രസ്സ് എടുത്തൊക്കെ ഇടുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഇതിട്ടത്. പിന്നെ രാവിലെ ആകെ ആ പയറുലത്തിയതും കഞ്ഞി വെച്ചതും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അധികം നല്ല ഒട്ടും അങ്ങനെ വിയർത്തില്ല. പ്രദക്ഷിണത്തിന് പോയപ്പോഴാണ് വിയർത്തത്. അങ്ങനെ വന്ന് കുളിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ എടുത്തിട്ടത് കേട്ടോ. അമ്മേനെ അപ്പോഴേക്കും മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൽ നിന്ന്. അങ്ങനെ അമ്മ മാമനുമായിട്ട് ജോസ് മാമനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നിലു ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാത്തു കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ആളുടെ അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് ഞാൻ പോയി ഒന്ന് ചെക്ക് ചെയ്തത്. അപ്പോഴേക്ക് ഇങ്ങനെ അവിടെ അനങ്ങാതിരിപ്പുണ്ട്. ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ ആ ധൃതിയിൽ ഒരു ഉമ്മ ഇങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ജസ്റ്റ് ഒരു കൈവീശി ഒരു ഫ്ലൈയിങ് കിസ്സും തന്നിട്ട് അവൻ വീണ്ടും ഇരുന്ന് കാത്തു കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഉപ്പുമായിട്ട് വെള്ളത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറുമയാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പച്ചക്കറികളും കൂടെ വേണമല്ലോ. ഫ്രിഡ്ജിലിരുന്ന് ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും കൂടെ എടുത്തു. അതും കണ്ടം തുണ്ടമായി അരിഞ്ഞു. പിന്നെ ഒരു വലിയ തക്കാളി. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി വിനിഗർ ചേർക്കുന്നില്ല. തക്കാളി നല്ല പഴുത്തതുമാണ്, നല്ല വലിപ്പവും ഉണ്ട്. അതും കൂടെ അരിഞ്ഞു വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അത് രണ്ടും ഞാൻ കല്ലിൽ വെച്ച് ചതച്ചെടുത്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ സവാള എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചോപ്പിംഗ് ബോർഡിൻ്റെ അകത്ത് സ്ഥലം ഉണ്ടാക്കിയ സവാള അരിയാനായിട്ട് എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഒരു സവാള ചോപ്പറിലൊന്ന് ജസ്റ്റ് കറക്കിയെടുക്കാമെന്ന് കരുതി. തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഇങ്ങനെ കറുത്തൊക്കെ ഇരിക്കുമല്ലോ, അതൊക്കെയാണ് നല്ല വൃത്തിക്ക് കഴുകി അവിടെ ചോപ്പറിലേക്ക് അരിഞ്ഞ് അതൊന്ന് ജസ്റ്റ് നല്ല രീതിക്ക് ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടെ വാരി കുക്കറിലേക്ക് ഇടാം. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ ഗ്രീൻ പീസ് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലൊക്കെ അടിച്ചിട്ടാണ് ലാസ്റ്റ് പച്ചക്കറികളിട്ട് ഒരു വിസിലും കൂടെ അടിച്ചെടുക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ല കേട്ടോ. ഓൾറെഡി ഇപ്പം 10 മണിയായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കുടുക്കവും ഉണ്ട്. പിന്നെ 10:30 ആകുമ്പോഴത്തേക്കൊക്കെ പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
നമ്മൾ സേറമോളും അമ്മയൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. അമ്മയും വരുന്നുണ്ട്, രൂപം മുത്താനായിട്ട് അമ്മയും വരുന്നുണ്ട്. അപ്പം അമ്മ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ഇനി ചെയ്തിട്ട് അമ്മയും റെഡിയാവും. ഇന്നലെ ചെയ്ത അപ്പവും ദോശയും എന്താണ്ടൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അമ്മ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലിരുന്ന് മീൻകറിയൊക്കെ ആയിട്ട് അതൊക്കെ അങ്ങ് കഴിച്ച് തീർത്തു. ഞാൻ ദേ 2 ചപ്പാത്തി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചപ്പാത്തി ആക്കിയിട്ട് ഈ പച്ചക്കറികളും ഗ്രീൻ പീസും എല്ലാം കൂടെ ഞാനിപ്പം ഒറ്റയടിക്ക് അങ്ങ് ഇടുവാണ് കേട്ടോ, നേരെ ഇല്ലാത്തതുകൊണ്ട്. ഇനി ഞാനിതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചാണ് എടുക്കുന്നത്. പൊടികളായിട്ട് ഞാൻ അതിലേക്ക് ചേർത്തത് ഗരം മസാല, കുരുമുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി. മുളക് പൊടി ചേർത്തിട്ടില്ല, അതിന് ആ ഒരു ചുവപ്പ് കളറ് വേണ്ടാന്ന് കരുതിയിട്ടാണ്. കുറുമയല്ലേ, മഞ്ഞപ്പൊടിയും ചേർത്തില്ല, ഒരു മഞ്ഞിപ്പും വേണ്ട. കുറുമയ്ക്കുള്ള തേങ്ങയാണ് അമ്മ ദേ അവിടെ തിരികെ വെച്ചേക്കുന്നത്. തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കശകശയും കസ്കസ്, പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഇത്തിരി പെരിഞ്ചീരകവുമാണ്. ഇതിൻ്റെ അകത്ത് പൊടികളൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് കാഷ്യൂ നട്ട്സ്, ബദാമും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ ഫുട്ബോൾ കളിക്കാരനെ പുഷ്ടിപ്പെടുത്താനാണല്ലോ വെച്ചേക്കുന്നത്, അതുകൊണ്ട് അവന് തന്നെ കൊടുക്കാമെന്ന്. ഇത്രയായപ്പോൾ ദേ എനിക്ക് കോൾ എത്തി കേട്ടോ. ഞങ്ങൾ ഓരോരുത്തർ റെഡിയാവാൻ തുടങ്ങുവാണ്, റെഡിയാവാൻ തുടങ്ങിക്കോന്നും പറഞ്ഞിട്ട് അവിടെ ഗ്രീൻ പീസും വിസിലൊക്കെ അടിച്ചു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ടാക്കി ആ തേങ്ങയും കശുവണ്ടിയും കശകശയൊക്കെ കൂടെ നല്ല നേർപ്പിച്ച് അരച്ചത് അങ്ങോട്ട് ചേർത്ത് ജാറ് കഴുകി ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർക്കാം. നിലൂന് ഒരു കിണ്ണി ചോറ് പദ്ധതിയിലേക്ക് അവിടെ സേറമോളുടെ വീട്ടിൽ നിന്ന് അമ്മ ദേ ഒരു ബൗളിൽ ഇത്തിരി ചോറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചോറ് എടുക്കാനായിട്ട് ലില്ലിയംസിൻ്റെ വീട്ടിലോട്ട് ഇരുന്നപ്പോൾ അവിടെ ആരുമില്ല, അവർ പള്ളിയിൽ നേരത്തെ പോയി. അമ്മച്ചിക്ക് കാല് വയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം പോയി പള്ളിയിലിരിക്കും, അത് പതിവാണ്. അങ്ങനെ അവർ നേരത്തെ അങ്ങോട്ട് പള്ളിയിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് സേറമോളുടെ വീട്ടിൽ നിന്ന് അവൻ ഇത്തിരി ചോറ് മേടിച്ചിട്ട് ഇത്തിരി കുറുമയുടെ ചാറും പിന്നെ ഇത്തിരി പയറും പുഴുക്കും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ കൂട്ടി അമ്മ ചോറ് കൊടുത്തു. ആ അരപ്പിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ, തിളച്ചങ്ങ് മാറണ്ട, ചൂടായി വരുമ്പോഴേക്ക് ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. പിന്നെ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ 2-3 സ്മാഷ് ചെയ്തൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ മൈദമാവ് ഒന്ന് ആ ജാറ് കഴുകിയ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ടാണ് ഒഴിച്ച് ഇതിനൊരു തിക്നെസ് വരുത്തിയിട്ടുള്ളത്. ഇത് ഞാൻ താളിക്കത്തില്ല, പകരം ഇങ്ങനെ നെയ്യ് അതിൻ്റെ മേളിലൊരു 2 സ്പൂൺ ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് മതി, അതിൻ്റെ ടേസ്റ്റിന് അതാണ് നല്ലത്. ഇതാണ് എൻ്റെ കുറുമ. ആക്ച്വലി കുറുമ വെക്കുന്നത് ഇങ്ങനെ ആവണം എന്നില്ല, ഞാനിതൊക്കെ ഇമ്പ്രൂവൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ ഒരു എളുപ്പത്തിനനുസരിച്ച്. നിലു അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വന്നു. വെള്ളം എടുത്തു കൊടുത്തപ്പോൾ ഇവൻ എന്തിനാണ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതെന്ന് ഞാനും കുറച്ച് നേരം ആലോചിച്ചു. പക്ഷേ പിന്നീടാണ് എനിക്കതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ സ്റ്റക്കായി നിന്നതെന്ന്. നിലുവിനെയും പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ചേച്ചിയുടെ കോൾ ഉണ്ടായിരുന്നു, അവർ പള്ളിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വീട്ടിലോട്ട് എത്തുമ്പോൾ വിളിക്കാം, അപ്പോഴത്തേക്ക് അലനെ അങ്ങോട്ട് വിട്ടാൽ മതി കുക്കുവിനെ എടുക്കാനായിട്ടെന്ന്. എന്നെ വിളിച്ചു, അവൻ വിളിച്ചിട്ട് കരച്ചിലായിരുന്നു, എനിക്ക് മമ്മ അടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അലപ്പപ്പേനെ വിടാം, നീ ഇപ്പോൾ പള്ളിയിൽ ഇരിക്കുക, ഡാരലിൻ്റെയും ഡെല്ലയുടെയും കൂടെ അവിടെ ഇരിക്കുക, മമ്മ അലപ്പപ്പേനെ വിടാം, അവർ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വിടാം, അല്ലെ പപ്പ പള്ളിയിൽ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് വരണ്ടേ, ഇവിടുത്തെ രൂപവും നിനക്ക് കാണാൻ പറ്റിയില്ല, അവിടുത്തെ ഈശോപ്പാനെ മുത്തിയിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവനത് സമ്മതിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വെപ്രാളം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. അതിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഓഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കേൾക്കുമ്പോൾ മൂക്ക് ചെറുതായിട്ട് അടഞ്ഞൊക്കെ ഇരിക്കുകയാണ്. തണുത്ത വെള്ളം ഇത്തിരി കുടിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ എനിക്ക് കുടിച്ചു തുടങ്ങിയാൽ പിന്നെ ഞാൻ അന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എങ്ങനെ എടുത്ത് കുടിച്ചുകൊണ്ടേ ഇരിക്കും, അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ സാധാ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളം കുടിക്കുമ്പോൾ ദാഹം മാറത്തില്ല. അങ്ങനെ എന്തായാലും ജലദോഷത്തിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഒരു തീരുമാനമായി. ഞാൻ ദേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ഇതിനിടയ്ക്ക് ചെറുതായിട്ട് മഴയൊന്നും പൊടിഞ്ഞിരുന്നു കേട്ടോ, പോകാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. ഒരു 2-3 വർഷം ഞങ്ങളിങ്ങനെ കംപ്ലീറ്റ്ലി പെട്ടുപോയിട്ടുണ്ട് പള്ളിയിൽ രൂപം മുത്താൻ പോകാൻ പറ്റാണ്ടായപ്പോൾ. അതാണെങ്കിൽ ഒരു 12-12:30 ആകുമ്പോഴത്തേക്ക് അതങ്ങ് അടക്കും, രൂപം അടക്കും. പിന്നെ ഈസ്റ്റർ ന്യൂ ഇയർ കണ്ടേ, അപ്പോൾ അതുകൊണ്ട് അതവിടെ നടക്കുകയും വേണം, നമ്മളെങ്ങനെ കാത്തിരുന്ന് അങ്ങനെ രൂപം വെച്ചിരിക്കത്തില്ലല്ലോ. ഞാൻ ദേ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, അലനുള്ള ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ 2 ചപ്പാത്തി എടുത്ത് കുറച്ചധികം കറി എടുത്തു. കാബ്സ് കുറച്ച് പ്രോട്ടീൻസും വിറ്റമിൻസും ഒക്കെ കൂടുതലിരിക്കട്ടെ എന്ന് കരുതി ഇരുന്ന് കഴിച്ചു. അപ്പം അതിനിടയിൽ അമ്മ പറയുന്നുണ്ടായിരുന്നു ഞാൻ വരണോ, നിങ്ങൾ പോയിട്ട് വന്നൊക്കെ. ഒരു കുഴി മടിച്ചിയായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ. ഇങ്ങനെ വീട്ടിലിരിക്കാനാണ് ഇഷ്ടം, അവിടെ പോയി ലില്ലിയംസിയായിട്ട് വർത്താനം പറഞ്ഞിരിക്കും. അമ്മച്ചിക്ക് കാലൊന്നും വയ്യാത്തതുകൊണ്ട് അമ്മച്ചിയാണെങ്കിൽ പള്ളിയിൽ നിന്ന് തിരിച്ചും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ ഡോർ അവിടെ തുറന്ന് കിടക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രലോഭനമുണ്ട്, നിങ്ങൾ പോയിട്ട് വാ ഞാൻ അവിടെ പോയി ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ മുന്നേ പറ്റത്തില്ല, വന്നേ പറ്റത്തുള്ളൂ ഞങ്ങളുടെ കൂടെ പള്ളിയിലെന്ന്. പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ഇവിടെ മിക്കവരും വെള്ളയും കറുപ്പും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ വെള്ള അങ്ങനെ റെയറായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ വേറൊരു കറുപ്പ് കുർത്തയും പാൻറ്റും ഒക്കെ ഇട്ട് പോകാൻ റെഡിയായി. കുളിച്ച് കഴിഞ്ഞിട്ട് മുടി അങ്ങോട്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പിട്ട് അങ്ങനെ അങ്ങ് പോയി. എപ്പോഴും എന്നെ നിങ്ങൾ ഒരേ ഹെയർ സ്റ്റൈലല്ലേ കാണുന്നത്, ഇനിയിപ്പോൾ ചൂട് തീരുന്നവരങ്ങനെ തന്നെയായിരിക്കും. എന്നിട്ട് ഞങ്ങളിതേ പള്ളിയിലെത്തി. എന്നിട്ടും വരിക്ക് കുറവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി ഒരു 10:30-10:45 ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല തിരക്ക് അന്നേരവും ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂ നിന്ന് ഞങ്ങൾ രൂപം മുത്തി. രൂപത്തിൻ്റെ വീഡിയോ എനിക്കങ്ങനെ, ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ചെന്നിട്ട് അവിടെ നിന്ന് രൂപത്തിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഒരു ഫോട്ടോ എനിക്ക് കിട്ടി, അത് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കാം. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂട്യൂബ് അത് പിടിക്കാൻ സാധ്യതയുണ്ട്, ഈ ബ്ലഡിൻ്റെ സീനൊക്കെ കാണുമ്പോഴത്തേക്ക്.
ഞാൻ ഷോർട്സിൽ അങ്ങനെ ഈ ഒരു രൂപ ഇട്ടപ്പോഴത്തേക്ക് എനിക്കത് ഇതായില്ല, ലിമിറ്റഡ് എന്ന് കാണിച്ചു ആഡ് സ്യൂട്ടബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. ഇൻ കേസ് ഈ വീഡിയോയിലും അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് കട്ട് ചെയ്യും. അങ്ങനെ വരാണ്ടിരിക്കാനാണ് കർത്താവിൻ്റെ നെറ്റിയിൽ തുണി കെട്ടിയിരുന്ന ഭാഗത്ത് ആ ബ്ലഡ് ഒഴുകി കിടക്കുന്ന പോലുള്ള സ്ഥലത്ത് ഞാൻ ഒരു ഒരു ബ്ലറാക്കി അങ്ങനെ വെച്ചത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ പള്ളിമുറ്റത്തിരുന്നു. കുറച്ചധികം നേരം ഇരിക്കണം എന്നുണ്ടായിരുന്നു. സേറയും നിലുവും കൂടെ അപ്പോഴത്തേക്ക് ഓടിക്കളിയൊക്കെ തുടങ്ങി. ഇനി നിലുവിനെ വീട്ടിൽ കൊണ്ട് ചെന്ന് പിന്നെ ഒരു റൗണ്ടും കൂടെ കയ്യും കാലും ഒക്കെ കഴുകിയെടുക്കണം. ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് ഈ പ്രഹസനമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മഴ പൊടിയാൻ തുടങ്ങി. ഞങ്ങൾ 2 വീലറിലുമാണ് വന്നത്. തിരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സൈഡിൽ നിന്നൊരു സൗണ്ട്, ഞാൻ യൂട്യൂബിൽ വന്നതെന്നും പറഞ്ഞിട്ട് ട്രേസയാണ് കേട്ടോ. അത് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ക്യാമറയും ഫോക്കസും ഒക്കെ എങ്ങോട്ടോ പോയി. നിലൂനെ പറ്റിക്കാൻ ഒരു ബലൂണും വാങ്ങിച്ച് വീട്ടിലേക്ക്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.